ഹായ് ഓൾ, വെൽക്കം ടു വിഷൻ വിക്ടറി യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ഒക്കെയുള്ള PYQ വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഒരു സ്റ്റഡി വ്ലോഗ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മന്ത്ലി സ്റ്റഡി അപ്ഡേറ്റ്സ് എന്നുള്ള ഒരു വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി തൊട്ടുള്ള എല്ലാ മാസവും ആ ഒരു മന്ത് എന്തെല്ലാം പഠിച്ചു, ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ജൂൺ മാസത്തെ വീഡിയോ ആണിത്. ജൂണിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്തതെന്ന് നോക്കാം. പിന്നെ ജൂൺ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മന്താണ്. കാരണം പഠിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഒട്ടും ചൂടില്ല, ഭയങ്കര ഹോട്ടല്ല, മഴയുണ്ട്, തണുപ്പുണ്ട്. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വെതറാണ് ജൂൺ എന്ന് പറയുമ്പോൾ. ഇനി ഈ ജൂണിൽ എന്തൊക്കെ പഠിച്ചെന്ന് നോക്കാം. നമ്മുടെ സിലബസിൽ ഉള്ള ടോപ്പിക്സ് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, 5 ഇയർ പ്ലാൻ, ബേസിക്സ് ഓഫ് എക്കണോമിക്സ്, ഇലക്ഷൻ കമ്മീഷൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനം, അഡ്വെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ആംഗ്ലോ ഫ്രഞ്ച് വാർ, പെർസെൻറ്റേജ് ശതമാനം. ഇത്രയും ടോപ്പിക്സാണ് സിലബസിലെ കണ്ടൻറ് അനുസരിച്ച് പഠിച്ചത്. ഇതിൽ ഈ ഗാന്ധിജിയുടെ കേരള സന്ദർശനം പഠിക്കാൻ കാരണം ഓൾറെഡി നമുക്ക് ഗാന്ധിജി എന്ന് പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു വലിയ ടോപ്പിക്കുണ്ട്. പക്ഷെ അതിലൊരു സബ് ടോപ്പിക്കാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം. അത് സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഗാന്ധിജി ആദ്യമായിട്ട് എപ്പോഴാണ് കേരളത്തിൽ വന്നത്, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹമായിട്ട് ഗാന്ധിജി ബന്ധപ്പെട്ട് എപ്പോഴാണ് വന്നത്, അങ്ങനെ ഗാന്ധിജി കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ PYQയിൽ കണ്ടതുകൊണ്ടാണ് അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ എടുത്തു പഠിച്ചത്. പിന്നീട് ഇംഗ്ലീഷ് മലയാളം മാത്സ്, നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ്. ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ PYQ ആണ് നോക്കി പോകുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്സിൽ. കാരണം PYQ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടും, ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന്. പിന്നീട് PYQ റിപ്പീറ്റ് ചെയ്യുന്നൊരു മേഖല കൂടിയാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഒക്കെ. അതിൽ ഇംഗ്ലീഷിൽ ഞാൻ PK ലേണിങ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ PYQ വീഡിയോ കിടപ്പുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. വളരെ നന്നായിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപികയാണ് ശ്രുതി മാം. മാമിൻ്റെ PYQ ക്ലാസ്സസ് PK ലേണിങ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പഠിച്ചു. പിന്നീട് മലയാളം ഫസ്റ്റ് ബെല്ലിൽ ആദ്യത്തെ 1 to 5 ക്ലാസ്സസ് പഠിച്ചു. ഇതിൽ മലയാളം ഫസ്റ്റ് ബെല്ലിനെ പറ്റി പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മലയാളം പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മലയാളം ഫസ്റ്റ് ബെല്ല്. ടെലഗ്രാമിലൂടെയാണ് മാം ക്ലാസ്സസ് ഒക്കെ തരുന്നത്. ഭയങ്കര നല്ല ക്ലാസ്സസ് ആണ്. പിന്നീട് ഹർഷിത മെഡ്യൂടെക്കിലെ കുറച്ച് PYQ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ മാത്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈസി ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ട്. അതിൽ PYQ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഫോൾഡറിൽ തന്നെ ധാരാളം മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. വളരെ നന്നായിട്ടാണ് ആ മിസ് പഠിപ്പിക്കുന്നതും. മാത്സിന് അങ്ങനെയുള്ള കുറച്ച് PYQ വീഡിയോയാണ് പഠിച്ചത്. പിന്നീട് കറൻറ്റ് അഫെയർ. ശരിക്കും പറഞ്ഞാൽ കറൻറ്റ് അഫെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കറൻറ്റ് അഫെയർ ആണ്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും ഡെയിലി പഠിച്ചു പോകണം, ഡെയിലി അന്നത്തെ കറൻറ്റ് അഫെയർ വായിക്കണം, പഠിക്കണം എന്നൊക്കെ. പക്ഷെ നടക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ പെൻഡിങ് വന്ന് കുന്നുകൂടി വരുന്ന ഒരു സബ്ജക്റ്റാണ് കറൻറ്റ് അഫെയർ. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും കഷ്ടപ്പെട്ട് പഠിക്കും, കാരണം പഠിച്ചല്ലേ പറ്റൂ. അങ്ങനെ കറൻറ്റ് അഫെയറിൽ നൊബേൽ പ്രൈസ്, പിന്നെ കേരള മന്ത്രിസഭ, ഈ 2 ടോപ്പിക്സും പഠിച്ചിട്ട് ഹർഷിത മെഡ്യൂടെക് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഷുവർ ഷോട്ട് കറൻറ്റ് അഫെയർ എന്നും പറഞ്ഞ് മാം ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ കുറേ ക്ലാസ്സസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ 1 തൊട്ട് 8 വരെയുള്ള 1 to 8 വരെയുള്ള വീഡിയോസ് കണ്ടു പഠിച്ചു. നന്നായിട്ടാണ് മിസ് ക്ലാസ് എടുക്കുന്നത്. അതൊരു ഫോൾഡറിലാക്കി ഇട്ടിരിക്കുന്നത് കൂടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്ത് പഠിക്കാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ജൂണിൽ പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ടോപ്പിക്സിൻ്റെ എണ്ണം ഭയങ്കര കുറവായിട്ട് തോന്നും. അധികം ടോപ്പിക്സ് ഇല്ല. മെയിനായിട്ട് ടോപ്പിക്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ കാരണം നമുക്ക് കൂടുതൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പുള്ള എക്സാംസ് ഒക്കെ എഴുതിയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഏറ്റവും വലിയ പോരായ്മ കുറേ പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കരുതി അധികം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കിൽ നിന്ന്
പഠിച്ചൊരു കണ്ടൻറ്റിൽ നിന്ന് നമുക്കൊരു മാർക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്ക് വരാതിരിക്കുകയോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ റിവിഷൻ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് കുറച്ച് ടോപ്പിക്സ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? ജൂൺ ജൂലൈ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജൂലൈ തീരാറായല്ലേ. ജൂലൈ തീരാറായപ്പോഴാണ് ജൂണിലെ വീഡിയോ ഇടുന്നത്. അതിൻ്റെ മെയിൻ കാരണം ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ വേണോ, ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ എന്നുള്ള ഒരു ഡൗട്ടായിരുന്നു. ഒരു മന്ത്ലി സ്റ്റഡി അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടണോ? പക്ഷെ പിന്നീട് എനിക്ക് തോന്നി വീഡിയോ ചെയ്യാം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ തന്നെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ പഠിച്ചത്, ഇന്ന ടോപ്പിക്സൊക്കെ ആയിരുന്നല്ലേ കവർ ചെയ്തതെന്ന് നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് അല്ലേ കാണുമ്പോൾ, ഇതൊക്കെ പഠിച്ചിരുന്നല്ലേ എന്ന്. അതിനു വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ പഠിത്തം, നമ്മുടെ റുട്ടീൻ ഇതെല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഇനി വരുന്ന എല്ലാ മന്തിലും എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള വീഡിയോസ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ്. ഐ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ്ഡ് ഇറ്റ്. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്നതിന് ഒത്തിരി സന്തോഷം, ഒത്തിരി താങ്ക് യു. ഇനി വരുന്ന വീഡിയോസും ഒക്കെ കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. നമ്മുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക്, റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ആൻഡ് ഐ ഹോപ്പ് ഓൾ യു ആർ സ്റ്റഡിങ് റിയലി വെൽ. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ കരിയർ, യുവർ അപ്കമിങ് എക്സാംസ് ആൻഡ് സ്റ്റഡീസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.